നമുക്കിപ്പോൾ മിനിസ്റ്റർ തന്നെ നേരിട്ട് ചേരുന്നുണ്ട്. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഗുഡ് മോർണിംഗ്. വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ പകർത്താൻ വന്നപ്പോൾ ഇത്രയും ഭംഗിയായിരിക്കും എന്ന് കരുതിയില്ല. നമ്മളിപ്പോൾ ഫുൾ ഫ്രെയിമിലാണ് കേരളത്തിൻ്റെ ഈ വികസന പാതകളുടെ ഫ്രെയിം കൊടുക്കുന്നത്. ഞങ്ങൾക്കെല്ലാം അറിയേണ്ട ആദ്യത്തെ ചോദ്യം ഇത് എന്ന് തുറന്നു കിട്ടും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, ഇത് 2025 ഡിസംബറോടുകൂടി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി എല്ലാ നിലയിലും പൂർത്തീകരിക്കാനാകും. പിന്നെ ചെറിയ ചില വിഷയങ്ങളായിരിക്കും. ഇതിൽ ആദ്യം തന്നെ ഞങ്ങൾ ഏത് സ്ട്രെച്ചാണോ പൂർത്തീകരിക്കുന്നത് ആ സ്ട്രെച്ച് തുറക്കണം എന്ന തീരുമാനം കൈക്കൊണ്ടു. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന കോഴിക്കോട് ബൈപ്പാസ് 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നില്ലായിരുന്നു. കരാറ് ആർക്കാണ് എന്നുള്ള സംശയം ഉൾപ്പെടെ ഉണ്ടാകുന്നു. ജനങ്ങൾ വലിയ നിലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. റോഡുകളൊക്കെ കുഴിയായിരുന്നു. മെയ്യിലായിരുന്നല്ലോ ഗവൺമെൻറ് വന്നത്. ജൂൺ ആദ്യം മഴ വരുന്ന ഘട്ടത്തിൻ്റെ ഭാഗമായി ചെറിയ അപകടങ്ങളും പ്രശ്നങ്ങളും വരുന്നു. അന്ന് ഞങ്ങളൊരു ടീമായി പൊതുമരാമത്ത് വകുപ്പും നാഷണൽ ഹൈവേ അതോറിറ്റിയും കൂടി ഈ റോഡുകളിലൂടെ സഞ്ചരിച്ച് കർക്കശ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇല്ലാത്തൊരു കരാറുകാരൻ്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ സമീപനം സ്വീകരിക്കുന്നത് എന്ന് ഉള്ള വിമർശനം വരെ പലരും കൊണ്ടുവന്നു. പക്ഷേ കരാറുകാരൻ ഉണ്ടായിരുന്നു. ആ കരാറുകാരനെ തന്നെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. പൊതുവേ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ നേരത്തെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കേട്ടു, മലപ്പുറം ജില്ലയിലെ സ്ട്രെച്ച് കേരളത്തിൽ ആദ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്ന NH 66 പ്രവൃത്തി പൂർത്തീകരിക്കാൻ പോകുന്ന ജില്ല മലപ്പുറം ജില്ലയായിരിക്കും. തൊട്ടടുത്ത് കോഴിക്കോടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ചാവക്കാട് വരെ ഒരു പ്രയാസമില്ലാതെ വടക്കൻ ഭാഗങ്ങളിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയാണ്. അതും നല്ല നിലയിൽ അതിൻ്റെ പുരോഗതി മുന്നോട്ട് പോകുന്നു. മുഖ്യമന്ത്രി തന്നെ ഡോക്ടർ അരുൺ ഇടയ്ക്കിടെ ഇതിൻ്റെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഇപ്പോൾ മരങ്ങൾ മുറിച്ച് മാറ്റുകയാണെങ്കിൽ വനം വകുപ്പ്, വൈദ്യുതി ലൈനും പോസ്റ്റ് മാറ്റുന്ന വൈദ്യുതി വകുപ്പ്, മെറ്റീരിയലിൻ്റെ ആവശ്യകത വ്യവസായ വകുപ്പ്, ഭൂമി ഏറ്റെടുക്കൽ റവന്യൂ വകുപ്പ്, പ്രാദേശിക പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഇതിൻ്റെ എല്ലാ നിലയിലും ഇടപെടൽ നടത്തുന്ന പൊതുമരാമത്ത് വകുപ്പ് എല്ലാവരെയും ചേർത്ത് വിളിക്കുന്നുണ്ട്. ഇതിന് പുറമെ ഞങ്ങളോട് തുടക്കത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, ഈ ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ ഇതിൽ പ്രത്യേകം ഇടപെടണം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് എല്ലാ 2 ആഴ്ചകളിലും ഞങ്ങൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സ്ട്രെച്ചിൻ്റെ യോഗം നടത്താറുണ്ട്. ഇതിന് പുറമെ ഫീൽഡ് വിസിറ്റ് പല നിലയിലും നടത്തിയിട്ടുണ്ട് ഡോക്ടർ അരുൺ. നമ്മളൊക്കെ ഈ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല ജാഥകളിലും പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ നാഷണൽ ഹൈവേയുടെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയുള്ള യാത്ര അത് ഒരു പ്രത്യേകതരം ജാഥ കൂടിയായിരുന്നു. ഓരോ സ്ട്രെച്ചിലും ഇറങ്ങി അവിടുത്തെ പരിശോധന, NHAI, PWD മറ്റ് സംവിധാനങ്ങളൊക്കെ വെച്ച് നടത്തിയ യാത്രകൾ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഇനിയും തുടരും. ഇനിയും അത്തരം യാത്രകൾ തുടർന്ന് പ്രശ്നങ്ങളിലെടുത്ത് ഇടപെടുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അതുപോലെ തന്നെ NHAIയും കേരള സർക്കാർ ഇതിലെടുത്തിട്ടുള്ള ടീം വർക്കിൻ്റെ എഫർട്ടിൻ്റെ ഇടപെടലിനെ കുറിച്ച് പ്രത്യേകം അഭിനന്ദിച്ചത്. ഇത് മറ്റൊരു പ്രത്യേകത, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിച്ചത് ഈ പദ്ധതിക്കാണ്. ഡോക്ടർ അരുൺ, നമ്മൾ ഇതുവരെ സംസാരിക്കുന്നത് 5580 കോടി 6000 കോടി ചെലവഴിച്ചു എന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ അതിൻ്റെ ഇരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ച് ഒരു 12000 കോടി അതിൻ്റെ ഭാഗമായി, ഒരു 6000 കോടി വായ്പയായി വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി വരുമ്പോൾ ഒരു 12000-ഓളം കോടി ഇതിൻ്റെ ഭാഗമായി ചെലവഴിക്കപ്പെട്ടു. പണം ചെലവഴിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഇതിൻ്റെ ഇടപെടൽ. ഇപ്പോൾ പണം ചെലവഴിക്കാതെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പല സംസ്ഥാനത്തും സർക്കാരുകളുടെ ഇടപെടൽ പോരാ എന്നുള്ള വിമർശനം ദേശീയപാത അതോറിറ്റിയൊക്കെ നടത്തുന്നൊരു ഘട്ടത്തിലാണ്. ഇതിലെ എല്ലാ നിലയിലും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഫണ്ട് ചെലവഴിക്കുക മാത്രമല്ല ഇതിൻ്റെ എല്ലാ പ്രവൃത്തിയിലും ഞങ്ങളെല്ലാവരും കൂടി ഇടപെടുന്നത്. ഈ മിനിസ്റ്റർ, ഇതിപ്പോൾ 30 മീറ്റർ മതി, 45 മീറ്റർ വേണം എന്നൊക്കെയുള്ള പഴയ ചർച്ചകളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ മിനിസ്റ്റർ. ഇപ്പോൾ പലയിടങ്ങളിലും വരുന്നത് 6 വരി പാതയാണ്. ചിലയിടങ്ങളിലെങ്കിലും 8 വരി പാത പോലും ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അന്ന് പ്രതിഷേധിച്ചവർക്കെല്ലാമുള്ള ഒരു മറുപടി കൂടിയാണ് ഇപ്പോൾ വരുന്ന ഈ പാത, അല്ലേ? അതെ, ഞാനിപ്പോൾ മറ്റ് ആരെങ്കിലും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഗ്വാദത്തിനോ തയ്യാറാവുന്നില്ല. കാരണം ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മലയാളിയും അഭിമാനത്തോടെ പറയുന്നു ഇത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാക്കുക, അതിനെല്ലാവരും യോജിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രശ്നം. ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ്, നമുക്കറിയാം. മരണപ്പെട്ട പദ്ധതി എന്ന് വിശേഷിപ്പിക്കാം. ആ മരണപ്പെട്ട പദ്ധതിയെ അത്ഭുതകരമാം വിധം ജീവൻ വെപ്പിച്ചത് LDF സർക്കാർ 2016 അധികാരത്തിൽ വന്ന് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ്.
ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ഒക്കെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിരവധി തവണ ചർച്ച ചെയ്തു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാന സർക്കാർ 2011-16 കാലഘട്ടത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ അലംഭാവവും കെടുകാര്യസ്ഥതയും മൂലം ഒരു പിഴയടക്കുന്നത് പോലെ ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാരിന് ഇടപെടേണ്ടി വന്നതാണ്. കേന്ദ്ര സർക്കാർ ഇനി കാലണ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഒരു പിഴയടക്കുന്നത് പോലെ ഇടപെടേണ്ട സ്ഥിതിയാണ് വന്നത്. ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് മറ്റു പല വികസനത്തിനും ചെലവഴിക്കേണ്ട ഒരു തുകയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അത് 100, 200, 500, 1000 കോടിയല്ല, അന്ന് 5580 കോടിയാണ്. ഇപ്പോൾ അത് വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ച പ്രശ്നം കൂടി വന്നപ്പോൾ അതിൻ്റെ ഇരട്ടിയായി വരുന്നു. അങ്ങനെ ഒരു തീരുമാനം കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ മരണപ്പെട്ടു എന്ന് കരുതിയ പദ്ധതിക്ക് റീത്ത് വെച്ച് നമുക്കിപ്പോൾ അന്തിച്ചർച്ചകളും നടത്താമായിരുന്നു. ആ പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു, ആ പദ്ധതി നടത്താമായിരുന്നു എന്നൊക്കെ ചർച്ച നടത്താമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പദ്ധതി പൂർത്തീകരണത്തിൻ്റെ അവസാന എത്തി നിൽക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ്. മിനിസ്റ്റർ ഏകദേശം എത്ര ശതമാനം പൂർത്തിയായിട്ടുണ്ടാവും? നമ്മളിപ്പോൾ മിനിസ്റ്റർക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് കിട്ടുന്ന വിവരം ഞാൻ പറഞ്ഞല്ലോ. ഏറ്റവും ആദ്യം പൂർത്തീകരിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ല. ഇനി ചെറിയ ഒരു മാറ്റം കൂടിയുള്ളൂ. ഞങ്ങളിപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു യോഗം നടത്തിയിരുന്നു. മലപ്പുറം ജില്ലയിൽ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഈ കോഴിക്കോട് ബൈപ്പാസ് അത് ഏറെക്കുറെ മഴയ്ക്ക് മുമ്പ് പൂർത്തീകരിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ഞങ്ങൾ നടത്തുന്നത്. ഒരു ജൂണിന് മുമ്പ് പൂർത്തീകരിക്കാനാവുന്ന വലിയ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം കഴിഞ്ഞാൽ കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഈ സ്ട്രെച്ച്, അത് കഴിഞ്ഞാൽ പിന്നെ ചില വിഷയങ്ങളുള്ള വെങ്ങളം മുതൽ കണ്ണൂർ ജില്ലയുടെ ബൗണ്ടറി വരെ കോഴിക്കോട് ജില്ല അഴിയൂർ വരെയുള്ള സ്ട്രെച്ച് അത് പൂർത്തീകരിക്കാനാകും. ചുരുക്കി പറഞ്ഞാൽ കാസർഗോഡ് മുതൽ ഏറെക്കുറെ തൃശ്ശൂർ ജില്ല ചാവക്കാട് വരെയുള്ള സ്ട്രെച്ചുകൾ ആയിരിക്കും ആദ്യം പൂർത്തീകരിക്കുക. അത് കഴിഞ്ഞ് തെക്കൻ ജില്ലകളിലേക്ക് കടക്കുമ്പോൾ തെക്കൻ ജില്ലകളിൽ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ബൈപ്പാസ് അതുപോലെ തന്നെ പാലങ്ങളൊക്കെ പൂർത്തീകരിച്ചു. ബാക്കി ചില ഇഷ്യൂസ് ഉള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ എറണാകുളം ഇതൊക്കെ കൂടി സോർട്ട് ഔട്ട് ചെയ്ത് 2025 ഡിസംബറോടുകൂടി ഈ ബൈപ്പാസ് 45 മീറ്റർ 6 വരി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ വിചിത്രമായൊരു കാര്യം, ഇത് ആദ്യം 2011-16 കാലഘട്ടത്തിൽ ഇതിൻ്റെ വീതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ സാധാരണ വീതി വേണ്ട, ഇത്ര വീതി വന്നാൽ പ്രയാസമാണ് എന്നൊക്കെ പറയുക പ്രതിപക്ഷ മുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയായിരിക്കും. എന്നാൽ അന്ന് പ്രതിപക്ഷ മുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രതിനിധീകരിക്കപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടിയുടെ നേതാവ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് 45 മീറ്റർ തന്നെ വേണം, 6 വരി തന്നെ വേണം, ഞങ്ങളെല്ലാ പിന്തുണയും നൽകുന്നു എന്നുള്ളതാണ്. അതേ വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയപ്പോൾ ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റി എന്നുള്ളതും അന്ന് CPIM-ഉം ഇടതുപക്ഷവും എടുത്ത നിലപാട് എത്രത്തോളം ശരിയാണ് എന്നുള്ളതും പ്രതിപക്ഷമാകുമ്പോൾ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളതിൻ്റെ മാതൃകാപരമായ ഒരു നിലപാടായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി. ഓക്കെ മിനിസ്റ്റർ